സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ അപമാനം ഭയന്ന് ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി നടി പ്രിയങ്ക അനൂപ്. സംഭവത്തിൽ കാരണക്കാരിയായ ഷിംജിത എന്ന സ്ത്രീക്കെതിരെ പ്രിയങ്ക തുറന്നടിച്ചു. ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും ഒരു നിരപരാധിക്ക് ഈ ഗതി വരുത്തിയ ആ സ്ത്രീയെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടത്തണമെന്നും പ്രിയങ്ക പറഞ്ഞു. മുമ്പും പുരുഷന്മാർക്ക് വേണ്ടി പരസ്യമായി തന്നെ നിലകൊണ്ടിട്ടുള്ള ആളാണ് പ്രിയങ്ക. എനിക്കും ഒരു മോൻ വളർന്നു വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ പുരുഷന്മാരിൽ ന്യായമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പുരുഷനും സ്ത്രീയുമായ എല്ലാവരും സത്യസന്ധരല്ല. രണ്ടുപേരിലും തെറ്റുകാരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് പുരുഷന്മാരാണെന്ന് മാത്രം. അത് പലപ്പോഴും മനസ്സിലായതുകൊണ്ടാണ് പുരുഷന്മാർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നത് സ്ത്രീ അങ്ങോട്ട് പോയി പുരുഷനെ മുട്ടുന്നതാണ്. മാത്രമല്ല സ്ത്രീകളെ പൊക്കി സംസാരിക്കുകയും ചെയ്യുന്നു. ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു കണ്ടു. ശരീരത്തിൽ അറിയാതെ ടച്ച് ചെയ്താൽ സാധാരണ സ്ത്രീയാണെങ്കിൽ അവൾ അറിയാതെ ഒതുങ്ങും. എന്നിട്ടും കൂടുതലായി ശരീരത്തിൽ മുട്ടാൻ വരികയാണെങ്കിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയാണോ വേണ്ടത്? നീങ്ങി നിൽക്കാൻ പറയണം. അതൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ട വീഡിയോയിൽ ആ പുരുഷൻ അവിടെ നടക്കുന്നതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങോട്ട് ചെന്ന് മുട്ടിയിട്ട് വീഡിയോ എടുത്ത് രസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അയാൾ ആത്മഹത്യയും ചെയ്തു. സ്ത്രീയുടെ പോക്ക് എങ്ങോട്ടാണ്? 20% സ്ത്രീകൾ ഇതിനായി തന്നെ നടക്കുകയാണ്. എങ്ങനെ ഒരു പുരുഷനെ ആക്രമിക്കാം എന്നതിന് വേണ്ടി നടക്കുകയാണ് കുറെ ഫെമിനിസ്റ്റുകൾ. വീഡിയോ എടുത്തുവെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിക്കണം. പിന്നെ എന്തിനാണ് സ്റ്റേഷനൊക്കെ? എന്നാൽ പിന്നെ എല്ലാം അവൾക്ക് തന്നെ ചെയ്താൽ പോരായിരുന്നു? പോലീസും മറ്റ് സംവിധാനങ്ങളും വേണ്ടായിരുന്നല്ലോ? ഒന്നും അറിയാത്ത പുരുഷന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലിട്ട് പ്രദർശിപ്പിച്ചാൽ അവന്റെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കൂ. ആ മകനെ ആശ്രയിച്ചാണ് കുടുംബം കഴിയുന്നത്. വീഡിയോ വൈറലായി. അമ്മയുടെ മുഖത്ത് ദീപക് എങ്ങനെ നോക്കും? എല്ലാവരും മകന്റെ വീഡിയോയെക്കുറിച്ച് അമ്മയോട് ചോദിക്കില്ലേ? ഇതെല്ലാം ദീപകിന്റെ മനസ്സിനെ വേദനിപ്പിച്ച് കാണില്ലേ? മര്യാദയും മാനവുമുള്ള സ്ത്രീ ഒരു അന്യപുരുഷൻ ശരീരത്തിൽ മുട്ടുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കില്ല. അടുത്ത സെക്കൻഡിൽ പ്രതികരിക്കും. തെളിവായിട്ട് എടുത്തതാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. ആ സ്ത്രീക്കെതിരെ പോലീസ് കേസ് എടുക്കണം. അവരെ ജീവിതകാലം മുഴുവൻ കിടത്തണം. ഒരു കുടുംബമാണ് തകർത്തത്. എല്ലാവരുടെ മനസ്സിലും കട്ടി കാണില്ല. ഞാൻ പുരുഷന്മാർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. മെൻസ് കമ്മീഷൻ വരണം. പുരുഷന്മാർ പോയി പറഞ്ഞാൽ അമ്മ വിശ്വസിക്കും, അല്ലാതെ വേറെ ആരും വിശ്വസിക്കില്ല. തെറ്റ് ചെയ്താൽ മാത്രമേ പുരുഷന്മാരെ ശിക്ഷിക്കാൻ പാടുള്ളൂ. പുരുഷന്മാരെ നശിപ്പിക്കാനാണ് 20% സ്ത്രീകൾ നടക്കുന്നത്. പൈസയാണ് ലക്ഷ്യം. മിണ്ടാതിരുന്ന് കാശുണ്ടാക്കാമല്ലോ. വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്ത്രീ കരുതിയത് ഇതും കത്തും, താൻ വലിയ ആളാകും, റീച്ച് കിട്ടുമെന്നാണ്. ആ വീഡിയോ കണ്ട ആരും അവരെ സപ്പോർട്ട് ചെയ്യില്ല. ബോധമുള്ളവർക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. കുറ്റക്കാരിയായ സ്ത്രീയുടെ മുഖം ബ്ലർ ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. മുഖം കാണിക്കണം. പക്ഷേ നിയമം പറയുന്നത് മുഖം കാണിക്കരുത് എന്നാണത്രേ. ഇതുപോലെയുള്ളവരെ ആളുകൾ കാണണം. മെൻസ് അസോസിയേഷൻ വരണം. നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുവെന്നും പ്രിയങ്ക അനൂപ് പറഞ്ഞു. അതേസമയം വിഷയം കത്തി നിൽക്കുന്ന സമയം ശ്രദ്ധേയമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടി സീമാജി നായർ. പെണ്ണൊരുമ്പിട്ടാൽ എന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുമെന്ന രീതിയിൽ ഇത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലെന്ന് നടി പറഞ്ഞു. മനസാക്ഷിയുള്ളവർക്കാർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല. സ്ത്രീകൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ വന്നത് മുതൽ അതിനെ ഏത് രീതിയിലും മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ പലരും മാറുന്നു. അതിനുവേണ്ടി എത്ര കള്ളക്കഥകൾ മെനയാനും മടിയില്ല. എല്ലാവർക്കും റീച്ച് കൂട്ടുക, സമൂഹ മാധ്യമങ്ങളിൽ നിറയുക, റേറ്റിംഗ് കൂട്ടുക, ഇത് മാത്രമേ ഉള്ളൂവെന്നാണ് സീമാജി നായരുടെ വിമർശനം. നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഒരു ആപത്ത് വളർന്നു വരുവാൻ അനുവദിക്കരുതെന്നാണ് സീമാജി നായർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്.